ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ ചുറ്റും വെള്ളം, കായല്, മനോഹരമായ തീരം, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, ഞാൻ വന്ന വഴിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ആ വന്ന വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ വഴി എന്നാണ്. വാസ്തവത്തിൽ എത്രയോ മഹാന്മാരുടെ നാടാണ് ഈ ഏങ്ങണ്ടിയൂര്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചരിത്ര രചനയിൽ ഭാരത പാരമ്പര്യവും ഭാരതീയ സംസ്കാരവും ഭാരതത്തിന്റെ പൈതൃകവും എല്ലാം എഴുതിയിട്ടുള്ള വേലായുധൻ പണിക്കശ്ശേരിയുടെ വീട്, തറവാട്, ആ തറവാട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. ടിപ്പു സുൽത്താനും ഈ നാടും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ ആക്രമിച്ചു വന്നയാളാണ്. ആക്രമിച്ചു വന്നു മാത്രമല്ല, ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും എത്ര കൊലപാതകങ്ങൾ ചെയ്തു. ഈ ഗുരുവായൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് റോഡ്. എന്തുകൊണ്ട്? വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ഭാരതത്തിന്റെ, കേരളത്തിന്റെ, ഈ നാടിന്റെ ഒക്കെ ചരിത്രം രചിച്ച ആ മാന്യ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ആ റോഡിന് ഇടുന്നില്ല? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇത് മാറണ്ടേ? ഇത് മാറുക തന്നെ ചെയ്യണം. ടിപ്പു സുൽത്താനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേലായുധൻ പണിക്കശ്ശേരിയെ പോലെ ഏങ്ങണ്ടിയൂരിന്റെ മഹത്വം വളർത്തുന്ന ആളുകളെയാണ്, അവരുടെ പേരാണ് ഓർമ്മയിൽ നിലനിൽക്കേണ്ടത്. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ലിഷോയ്, എന്താണ് വി ഗോപാലകൃഷ്ണന്റെ പ്രശ്നം? അതായത് ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായത് മുതൽ തന്നെ വി ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഹിന്ദു MLA പരാമർശം ഉണ്ടായി. അതിനുശേഷം ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുൻ MLA മാർക്ക് ക്ഷേത്രത്തിനോട് വിരോധമാണ്, അവർക്ക് ഹറാമാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഉണ്ടായി. അതിന് പുറമെ പിന്നീട് അതിനുശേഷമാണ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുകയൊക്കെ തന്നെ ചെയ്തത്. അതിനുശേഷം ഈ കേസെടുത്തതിന് ശേഷം ആണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. പിന്നീട് പക്ഷേ വലിയ കടുത്ത ഭാഷയിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഏങ്ങണ്ടിയൂരിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏങ്ങണ്ടിയൂരിൽ ഒരു കുടുംബയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ടിപ്പു സുൽത്താനെ സംബന്ധിച്ചുള്ള ടിപ്പു സുൽത്താന്റെ പേരിലുള്ള ഒരു റോഡ്, ആ റോഡിന് എന്തിന് ആ പേരിട്ടു? ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളെ എല്ലാം കൊന്നൊടുക്കിയ വ്യക്തിയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ക്ഷേത്രങ്ങളെ ആക്രമിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ പരമാവധി ഹിന്ദു വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗുരുവായൂരിൽ വോട്ട് തേടുക എന്ന ഒരു നിലപാടാണ് BJPയുടെ ഭാഗത്തുനിന്നും വി ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നും അവിടെ ഉണ്ടാകുന്നത്. കാരണം അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഏറ്റവും അധികമായി അവിടെ ഉണ്ടാകുന്നത്. അത് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ വലിയ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഈ പരാതിമേലൊക്കെ തന്നെ നടപടികൾ ഉണ്ടാകുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് കാണാം. ഈ വർഗീയത പറഞ്ഞു വരുത്തിയിട്ട് വോട്ട് പിടിക്കേണ്ട ആവശ്യം BJPക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ടിപ്പു കേരളത്തിൽ ചെയ്തത്, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിച്ചത്, ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ് വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതിലൂടെ വോട്ട് മൂഞ്ചാനാണ് BJPയുടെ ലക്ഷ്യം. ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ കേരളത്തെ ഒരു ഗുജറാത്താക്കി മാറ്റാതിരുന്നാൽ മതി ഗോപാലകൃഷ്ണൻ. ടിപ്പുവിൻ്റെ അതേ മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് ഇന്നത്തെ പല രാഷ്ട്രീയക്കാരും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒക്കെ പറഞ്ഞ് വല്ല വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ? നാണമില്ലേ മാപ്രകളെ?